Today we are dealing with Michelson and Morley experiment. The experiment setup for Michelson and Morley experiment is already discussed in the last class. And in Michelson interferometer, the same setup is used here. Michelson and Morley carried out an experiment in 1887 to measure the motion of the Earth through ether, a hypothetical medium pervading the universe in which light waves were supposed to occur. This experiment is known as Michelson-Morley experiment. അപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1887 അതൊക്കെ വരെ നമുക്കുണ്ടായിരുന്നൊരു, അതായത് മൈക്കിൾസൺ ആൻഡ് മോർലി എക്സ്പെരിമെൻ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് വരെ നമുക്കുണ്ടായിരുന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഒക്കേഴ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ മീഡിയം ഈഥറിൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്, അത് ഒരു ഈഥർ ഒരു മീഡിയം യൂണിവേഴ്സിൽ മൊത്തം ഉണ്ടെന്ന്, അങ്ങനെ ഒരു മീഡിയം ഉണ്ടെന്ന്, ആ മീഡിയത്തിലാണ് എർത്ത് മൂവ് ചെയ്യുന്നതെന്നും, അതായത് എർത്തിന് ചുറ്റുമായിട്ട് ഈഥറിൻ്റെ ഒരു മീഡിയം ഉണ്ടെന്ന് ഒരു അസംഷൻ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ, അങ്ങനൊരു മീഡിയം ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത എക്സ്പെരിമെൻ്റാണ് മൈക്കിൾസൺ ആൻഡ് മോർലി എക്സ്പെരിമെൻറ്റ്. ലാസ്റ്റ്ലി ഇവരെന്താണോ എക്സ്പെരിമെൻ്റ് ചെയ്തത് അത് നെഗറ്റീവ് റിസൾട്ടിലേക്ക് എത്തിയെങ്കിൽ കൂടിയിട്ടും ഇവരുടെ ഇൻറ്റൻഷൻ ഇതായിരുന്നു, ഈഥർ എന്ന മീഡിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന എക്സ്പെരിമെൻ്റായിട്ടാണ് ഇവർ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്ററിൻ്റെ സെയിം സെറ്റപ്പാണ്. Here you have a source of light, and this lens L is for making the rays parallel, and this parallel ray incident on this glass plate here, P. Here we have a glass plate which is inclined at a 45 degree with this direction. And this glass is act as beam splitter, ഒരു ബീം സ്പ്ലിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബാക്ക് സൈഡ് ഈസ് പാർഷ്യലി സിൽവർ, ബാക്ക് സൈഡ് സിൽവർ ചെയ്തിട്ടുണ്ട്. സോ വൺസ് എ റേ ഇൻസിഡൻറ്റ് ഓൺ ദിസ് glass plate, it will split into two waves. One is reflected from this silver ended portion, and another one is transmitted from this glass plate, transmitted along this direction. This glass plate P is acting as a beam splitter, and this glass plate splits the incident ray into two. One is the reflected ray and another one is this transmitted ray, and the reflected ray is going to the mirror M1, and transmitted ray is going to the mirror M2. And once this reflected ray reaches at M1, this M1 is a mirror, therefore, and here the reflected ray is normally incident on this glass mirror, so it will reflect back normally, or in the same way it will reflect back. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോർമലി ആണ്, ഇൻസിഡൻറ്റ് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് നോർമലിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, സമയത്ത് തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് 90 അല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങോട്ടേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ സെറ്റപ്പിൽ
ഒന്നുകിൽ നമ്മൾ ഈഥർ മീഡിയത്തിൻ്റെ വെലോസിറ്റി ഈഥർ മീഡിയം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ. എർത്ത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അന്ന് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എർത്ത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എർത്ത് ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എർത്ത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർ നമുക്ക് എന്ത് ചെയ്യാം, ഈഥർ മീഡിയം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാമെന്ന് പറയാം. കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു, ബസ്സിൻ്റെ പുറത്ത് ഔട്ട് സൈഡിലുള്ള തിങ്സ് എല്ലാം നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എർത്തിൻ്റെ ഡയറക്ഷൻ ഇത് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈഥർ മീഡിയം മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ എർത്തിൻ്റെ മൂവ്മെൻറ്റ് എടുക്കാം. അപ്പോൾ എർത്തിലുള്ള ഒരു ലബോറട്ടറി ഫ്രെയിമിലാണ് അല്ലെങ്കിൽ ലാബിലാണ് നമ്മുടെ സെറ്റപ്പ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എർത്ത് മൂവ് ചെയ്യുമ്പോൾ ഈ സെറ്റപ്പ് മൊത്തമായിട്ട് ഈ എർത്തിൻ്റെ വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ അപ്പാരറ്റസ് റൈറ്റ് സൈഡിലേക്ക് ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്റ്റ് നമ്മൾ എർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ ലാബ് ഫ്രെയിമിൽ നോക്കുമ്പോൾ എർത്ത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ അപ്പാരറ്റസ് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൺ റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് അനദർ ട്രാൻസ്മിറ്റഡ് വേവ്. ആൻഡ് ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദിസ് mirror and it will reflect back in the same way and it will transmit through this glass plate and reaches this telescope. And the transmitted ray goes through this glass plate, second glass plate P1, and reaches M2. This is the second mirror M2, and once it reaches the mirror M2 it will reflect back normally on the same way as it incident on this mirror. And what is the purpose of this glass plate? This glass plate is the path compensating glass plate. I have already discussed in the last class. This is a path compensating or compensating glass plate, and it will reflect back, and the reflected ray will reflect at the back side of this glass plate and it will reach the telescope. And here we have two coherent sources, 1 and 2. We have two coherent sources, and when two coherent sources superimpose, interference will occur. സോ നമുക്ക് ടെലസ്കോപ്പിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റും. ഈ രണ്ട് റേസ് മാത്രമല്ല ആക്ച്വലി ഇവിടെ വരുന്നത്, ഇവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കും. വീണ്ടും ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് M1ലേക്ക് പോയി തിരിച്ച് വരുന്ന റേസ് ഉണ്ടാകും. അപ്പോൾ ടു ആൻഡ് ഫ്രോ റിഫ്ലക്ഷൻസ് ട്രാൻസ്മിഷൻസ് ഒക്കെ നടക്കും. അപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് n നമ്പർ ഓഫ് റിഫ്ലക്റ്റഡ് റേസ് ടെലസ്കോപ്പിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ടെലസ്കോപ്പിൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പോയിൻറ്റിലും ഓരോ ഇൻ്റർഫറൻസ് പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആക്ച്വലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് റേസ് ഉണ്ട്. ഇത് കൊഹിറൻറ്റ് സോഴ്സസ് ആണ്. കൊഹിറൻറ്റ് സോഴ്സസ് വിച്ച് ഹാവ് സെയിം വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഓർ ദേ ഹാവ് എ കോൺസ്റ്റൻറ്റ് പാത്ത് ഡിഫറൻസ്. ഈ രണ്ട് പെക്യുലാരിറ്റീസ് ഉള്ള വേവ്സിനെയാണ് നമ്മൾ കൊഹിറൻറ്റ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊഹിറൻറ്റ് വേവ്സ് ആവാനുള്ള കാരണം സെയിം സോഴ്സിൽ നിന്ന് വരുന്ന രണ്ട് വേവ്സാണ് ഇവിടെ വരുന്ന കൊഹിറൻസ്. ഇൻ്റർഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെയിം സോഴ്സിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്ന രണ്ട് റേസാണിത്. അതുകൊണ്ട് ഇത് രണ്ടും കൊഹിറൻറ്റ് സോഴ്സസ് ആയിരിക്കും. ഈ കൊഹിറൻറ്റ് സോഴ്സാണ് ഇവിടെ സൂപ്പറിംപോസ് ചെയ്യുന്നത്. ദെർഫോർ വി വിൽ ഗെറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ വെൻ വി ലുക്കിംഗ് ത്രൂ ദിസ് ടെലസ്കോപ്പ്. And as I said, the earth is assumed to moving through the ether at a speed v, so that the ether is moving with a velocity minus v. Light from a monochromatic source is made parallel by a convex. Okay, we have already discussed all these things. And
once we have to consider is that Pm1 is equal to Pm2 initially Pm പിയിൽ നിന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. let us take it as L, small l. Pm1 is equal to L, which is equal to Pm2. ഓക്കെ, അതുപോലെ ഈ അപ്പാരറ്റസ് മൊത്തമായിട്ട് നമ്മളൊരു സ്റ്റോണിലാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ലാർജ് സ്റ്റോണിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ദിസ് ഹോൾ അപ്പാരറ്റസ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ മെർക്കുറി. ഒരു വെസലിൽ, ലാർജ് വെസലിൽ മെർക്കുറി എടുത്തിട്ട് ആ മെർക്കുറിയിലാണ് നമ്മളിത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഒരു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പാരറ്റസ്. ഈഥർ മീഡിയം ഉണ്ടെന്നുള്ള ഹൈപ്പോത്തസിസിലാണ് നമ്മൾ മെർക്കുറി ലിക്വിഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സെറ്റപ്പിലെല്ലാം ആണ് നമ്മൾ ഈ മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ വെക്കുന്നത്. എന്താണ്, ഒന്നൊരു ലാർജ് സ്റ്റോണിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ലാർജ് സ്റ്റോണിൽ ഹാങ് ചെയ്യാനുള്ള കാരണം അത് ഏത് ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പാരറ്റസിന് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇൻ്റർഫറൻസിന് സംഭവിക്കുക എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാൻ, റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഒരു ലാർജ് വെസലിൽ മെർക്കുറി എടുത്തിട്ട് അതിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൊത്തം അപ്പാരറ്റസ്. ദാറ്റ് ഈസ് ഫോർ ദി കോൺസെപ്റ്റ് ഓഫ് ഈഥർ ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനും, അപ്പോൾ അതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇൻ്റർഫറൻസ് പാറ്റേണിന് സംഭവിക്കുക എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അക്കാര്യം ചെയ്തത്. അപ്പോൾ ഇതാണ് അതിൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. When a beam of light is incident on the glass plate, one part of the light after reflection at the glass plate P move to M1'. അതായത് ഇപ്പോൾ എർത്തിൻ്റെ വെലോസിറ്റിയിൽ ഈ അപ്പാരറ്റസും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പാരറ്റസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ അപ്പാരറ്റസ് ഈസ് അറേഞ്ച് ടു മൂവ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് എർത്ത്സ് ഓർബിറ്റ് റൗണ്ട് ദ സൺ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻസ്, അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു പി ഇരുന്നിരുന്നത്. പി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി മൂവ് ചെയ്യുമ്പോൾ അപ്പാരറ്റസ് മൂവ് ചെയ്ത്, പി അല്ല അപ്പാരറ്റസ് മൂവ് ചെയ്യുകയാണ്. അപ്പാരറ്റസ് മൂവ് ചെയ്യുമ്പോൾ പി എന്ന് പറഞ്ഞ ടൈം ഇനീഷ്യലി പിയുടെ പൊസിഷൻ എവിടെയാണെങ്കിൽ പിന്നെ പി മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ M1 എന്ന് പറഞ്ഞ മിറർ വേറൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവും വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ടി ഒരു ടൈമിലാണ് ഇത് പി ഡാഷിലെത്തിയത്, അതുപോലെ M1ലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് റേ ആണ് ഇവിടെ, ലൈറ്റ് റേ ആണ് പി എന്ന് പറഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് എന്ന്. ഈ മൊത്തം ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഈ മൊത്തം അപ്പാരറ്റസ് ആണ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. M1 എന്ന് പറഞ്ഞ മിറർ M1' എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ പി എന്നുള്ളത് P' എന്നുള്ള പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിയിൽ നിന്ന് M1ലേക്ക്, അതായത് എമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട ലൈറ്റ് റേ ആണ്. അത് പൊസിഷൻ മാറുന്ന വെലോസിറ്റിയിൽ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ M1ലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് റേ M1ലേക്ക് എത്തുന്നു. M1 തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പിയിലേക്ക് തന്നെ തിരിച്ചെത്തില്ല, കാരണം പിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എത്തുന്ന റേ ആണ് M1' എത്തുന്ന റേ ആണ് P' ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം M1. Let T1 be the time taken by the light to travel Pm1'. അപ്പോൾ Pm1' എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പിക്ചറിൽ നിന്ന്, അതായത് Pm1'ലേക്കുള്ള ടൈം മൂവ് ചെയ്യാൻ, ലൈറ്റ് റേ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം T1 ആയിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് റേ ആണ് മൂവ് ചെയ്യുന്നത് T1 ടൈമിൽ. ദെർഫോർ Pm1' എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി ലൈറ്റാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റി C ഇൻറ്റു T1, ടൈം ടേക്കൺ ബൈ ദി ലൈറ്റ് റേ ടു ട്രാവൽ Pm1. The distance moved by the mirror M1 in this time is
m1 m1 dash that is equal to VT1. അതായത് ഈ സമയത്ത് ഇപ്പോൾ ലൈറ്റ് റേ പിയിൽ നിന്ന് M1 ഡാഷിലേക്ക് എത്തുന്ന ടൈമും ഉണ്ട്. M1 എന്ന് പറയുന്നത് M1 ഡാഷിലെത്തിയിട്ടുണ്ടാവും അല്ലേ. M ഇസ് ചേഞ്ച് ടു M1 ഡാഷ്. അപ്പോൾ എമ്മിൽ നിന്ന് M1 ഡാഷിലേക്ക് എത്താനെടുക്കുന്ന ടൈമും ആ സെയിം ടൈമിൽ എത്താനെടുക്കുന്ന ഡിസ്റ്റൻസ് ഓർ M1 ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V×T1 ആണ്. കാരണം V വെലോസിറ്റിയിലാണ് നമ്മുടെ അപ്പാരറ്റസ് മൂവ് ചെയ്യുന്നത്. അപ്പാരറ്റസ് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ M1 എന്ന് പറഞ്ഞ മിറർ V വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ M1 ഡാഷിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. therefore the distance M1 dash is VT1 where V is the velocity of the earth. സ്ക്രീനിൽ കാണുന്ന പിക്ചർ നോക്കുക. again here we can write like this: Pm1 dash square is equal to PQ square plus L square. Pm1 square is we have C square T1 square which is equal to V square T1 square plus L square. Okay, PQ is M1 dash which is equal to V square T1 square and T1 square നമുക്ക് ഈ ഒരു ഇക്വേഷന് ഇക്വേഷന് T1 സ്ക്വയർ മാത്രം ഒരു സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് L സ്ക്വയർ ബൈ C സ്ക്വയർ T1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു C സ്ക്വയർ ഇതിൽ നിന്ന് C സ്ക്വയർ മാത്രം പുറത്തേക്ക് എടുത്തു. എന്നിട്ട് C സ്ക്വയർ V സ്ക്വയർ എന്ന സംഭവം എന്ത് വരും 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ എന്ന് വരും. അതിന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റേസ് ടു -1 എന്ന് വരും. therefore T1 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പോയി L by C into 1 minus V square by C square whole raised to -1 by അതിൻ്റെ റൂട്ട് എടുത്തു. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ അല്ലേ. L സ്ക്വയർ ബൈ C സ്ക്വയർ എന്നെടുത്തു. അത് C സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇവിടുന്ന് L സ്ക്വയർ ബൈ C സ്ക്വയർ എന്ന് വരും. പിന്നെ C സ്ക്വയർ പുറത്തേക്ക് 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ ഹോൾ റേസ് ടു -1 എന്ന് വരും. ആൻഡ് T1 ഇസ് ഈക്വൽ ടു L ബൈ C 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ ഹോൾ റേസ് ടു -1/2 എന്ന് റൂട്ട് എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്കറിയാം 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -1/2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്തിട്ട് T1 ഇസ് ഈക്വൽ ടു L ബൈ C 1 പ്ലസ് V സ്ക്വയർ ബൈ 2C സ്ക്വയർ എന്ന് വരാം. സോ നമുക്ക് ഹയർ ഓർഡേഴ്സ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരും T1 ഇസ് ഈക്വൽ ടു L ബൈ C 1 പ്ലസ് V സ്ക്വയർ ബൈ 2C സ്ക്വയർ എന്ന് വരും. അപ്പോൾ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ബീം P2 PM1 ഡാഷ് ആൻഡ് M1 ഡാഷ് ടു P ഡാഷ്. അതായത് ഇപ്പോൾ ഈ ലൈറ്റ് റേ മൊത്തം മൂവ് ചെയ്ത ടൈം എടുക്കുകയാണെങ്കിൽ ലൈറ്റ് വന്നിട്ട് മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈമും നമ്മൾ നോക്കണം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത ടൈം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വലായിട്ട് വരും. അത് T1ൻ്റെ ഡബിളായിട്ട് വരും മൊത്തം ഈ ലൈറ്റ് റേ മൂവ് ചെയ്തിട്ട് എടുക്കാൻ. അതായത് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം P ടു M1 ഡാഷ് ആൻഡ് M1 ഡാഷ് ടു P ഡാഷ്. അങ്ങനെയാണുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പോൾ 2 ഇൻറ്റു T1 എന്ന് വരും. അപ്പോൾ ഡിസ്റ്റൻസ് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ടോട്ടൽ ടൈം ഈസ് 2 T1 ഇൻറ്റു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L ബൈ C ഇൻറ്റു 1 പ്ലസ് V സ്ക്വയർ ബൈ 2C സ്ക്വയർ ഇൻറ്റു C എന്ന് വരും. അപ്പോൾ L ബൈ സിയിൽ C ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് നമുക്ക് ലെറ്റസ് ടേക്ക് ഇറ്റ് ആസ് x1. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് x1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു L ഇൻറ്റു 1 പ്ലസ് V സ്ക്വയർ ബൈ 2C സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ബീം ട്രാവൽസ് ഫ്രം P to M2 വിത്ത് എ വെലോസിറ്റി C മൈനസ് V വിത്ത് റെസ്പെക്ട് ടു ദ മിറർ M2. അതായത് ഇവിടെ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ബീം ഫ്രം P to M2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ
ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെയിം ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ മുന്നേ പഠിച്ച സംഭവമാണ്. അതായത് അക്കോർഡിംഗ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എസ് ഡാഷ് ഫ്രെയിം, അതായത് വി ഡാഷ് എസ് ഡാഷ് ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ് ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ വി ഡാഷ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എസ് ഫ്രെയിം, അതായത് സ്മോൾ വി, മൈനസ് വെലോസിറ്റി ഓഫ് ദി എസ് ഡാഷ് ഫ്രെയിം, അതായത് ഫ്രെയിമിൻ്റെ വെലോസിറ്റി. അതായത് വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് ക്യാപിറ്റൽ വി. ഈ വി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻ എസ് ഡാഷ് ഫ്രെയിം. ഈ സ്മോൾ വി എന്ന് പറയുന്നത് velocity of the particle in S frame, and capital V is the velocity of the S dash frame. S dash frame എന്ന് പറയുന്ന ഫ്രെയിം, റെഫറൻസ് ഫ്രെയിം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ വെലോസിറ്റി ക്യാപിറ്റൽ വി. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സി മൈനസ് വി, വെലോസിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ബീം ട്രാവൽസ് ഫ്രം P to M2. ദിസ് പിക്ചർ പി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ റേ M2 എന്ന് പറയുന്ന മിററിലേക്ക് എത്തുന്ന വെലോസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന ഫ്രെയിമായിട്ട് ഇരിക്കുന്ന എർത്തിനെയാണ്. എർത്ത് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എസ് ഫ്രെയിം, അതായത് ഈ ഡയറക്ഷനിലാണ് ട്രാൻസ്മിറ്റഡ് റേ വരുന്നത്, ഈ ഡയറക്ഷനിൽ തന്നെയാണ് വെലോസിറ്റിയും വരുന്നത്. അപ്പോൾ മൈനസ് വെലോസിറ്റി ആണ്. എസ് വി പ്രൈം ഇസ് ഈക്വൽ ടു വി മൈനസ് വി ആണ്. അപ്പോൾ സി മൈനസ് വി, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് സി എന്ന് പറയുന്നത്. ആൻഡ് വി ഇസ് ദി നമ്മുടെ എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഫ്രെയിമിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണ് അവിടെ സി മൈനസ് വി എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ പിയിൽ നിന്ന് M2ലേക്ക് പോയ ഉടനെ തന്നെ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ M2 ഇറ്റ് വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി സി പ്ലസ് വി. അതെന്തുകൊണ്ടാണ് സി പ്ലസ് വി ആയത്? ഈ കേസ് തന്നെ കൺസിഡർ ചെയ്യുക. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്ന റേ ആണെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വി മൈനസ് വി എന്ന് വരും. അതായത് ഫ്രെയിമിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മൈനസ് വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് മൈനസ് വി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ വരുന്നത്. അതുകൊണ്ടാണ് സി മൈനസ് വി ഇസ് ഈക്വൽ ടു സി പ്ലസ് വി എന്ന് വന്നത്. ഹിയർ ദ ഡയറക്ഷൻ ഓഫ് ദി ലൈറ്റ് വേവ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എർത്ത്സ് മൂവ്മെൻറ്റ്. എർത്ത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലൈറ്റിൻ്റെ വെലോസിറ്റി വരുന്നത്. അതുകൊണ്ടാണ് സി പ്ലസ് വി എന്ന് വന്നത്. അപ്പോൾ ടോട്ടൽ ദ ടൈം ടേക്കൺ ബൈ ദി transmitted light to travel the distance L to the mirror M2 and back, അതായത് പിയിൽ നിന്ന് M2ലേക്കും അതുപോലെ M2ൽ നിന്ന് പിയിലേക്കും മൂവ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് T2 ആയിട്ട് എടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു L ആണ് നമ്മൾ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ L/C-V എന്ന് വരും. പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് L/C + V രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം L/C+C-V ആൻഡ് തിരിച്ചു വരാനുള്ള ടൈം എന്ന് L/C+V വരും. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിയിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് L എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് L/C-V + L/C+V എന്നുള്ളത്. അപ്പോൾ നമ്മളതിനൊന്ന് ഇങ്ങനെ LCM ഒക്കെ എടുത്ത് ഒന്ന് നല്ല ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് വരും? 2CL/C² - V² എന്ന് വരും. അപ്പോൾ ഞാനിവിടെ C² പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2LC/C² × 1 - V²/C² (1) എന്ന് വരും. അപ്പോൾ 2L/C × 1 - V²/C² (1) വരും. നേരത്തെ ചെയ്തതുപോലെ ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 1 - x (1) n-നെ -1 എന്ന് പറയുന്ന
എക്സ്പാൻഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും T2 2L/c 1 + v²/c² എന്ന് വരും. ഇതിൻ്റെ ഹയർ ഓർഡേഴ്സ് എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹാൻസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലൈറ്റ് ബീം x2. അപ്പോൾ ടൈമാണ് നമ്മൾ ലൈറ്റ് ബീം ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് ബീം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതാണ് x2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് T2 ഇൻറ്റു c അല്ലേ, ടൈം ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് റേ ഈസ് c. സോ 2L ഇൻറ്റു 1 + v²/c² ഇൻറ്റു c വരും. അപ്പോൾ സിയും താഴെ വരുന്ന സിയും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെയാണ് 2L ഇൻറ്റു 1 + v²/c² എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇനി ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ബീംസ്. ഇപ്പം നമ്മൾ 2 ബീംസ്, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ബീമും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ബീമും, റിഫ്ലക്റ്റഡ് ബീമും ട്രാൻസ്മിറ്റഡ് ബീമും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നോക്കണം. അതായത് ടെലസ്കോപ്പിൽ എത്തുന്ന സമയത്ത് ഇവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. പാത്ത് ഡിഫറൻസ് ചെക്ക് ചെയ്താലാണ് ഇതിൽ ഏത് ടൈപ്പ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും പാത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെർഫോർ നമുക്ക് 2 ലൈറ്റ് വേവിന് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ x2 - x1 is equal to 2L into 1 plus v²/c² minus 2L into 1 plus v²/2c² എന്ന് വരും. അപ്പോൾ ഇവിടെ 2L നമ്മളൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 2L ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വന്ന് 2L into v²/c² minus 2L into v²/2c² എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു L v²/c². അപ്പോൾ L v²/c² എന്ന് പറയുന്നതാണ് 2 ഈ ടെലസ്കോപ്പിൽ എത്തുന്ന 2 റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ അപ്പാരറ്റസ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കൂ. ഇഫ് ദ ഹോൾ അപ്പാരറ്റസ് ഈസ് റൊട്ടേറ്റഡ് ത്രൂ 90 ഡിഗ്രി ദ പൊസിഷൻസ് ഓഫ് M1 ആൻഡ് M2 ആർ ഇൻ്റർചേഞ്ച്ഡ്. ഇൻ്റർചേഞ്ച് മീൻസ് അതായത് M2 എന്ന് പറയുന്ന മിറർ M1ൻ്റെ പൊസിഷനിലേക്ക് എത്തിനോ നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. നമ്മുടെ അപ്പാരറ്റസ് 90 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. So M2 will be reach at the position of M1 and M1 will reach at the position of source, and source will reach at the position of telescope, and telescope will be in the position of M2. So the arm P1 comes along the direction of the motion of earth. അപ്പോൾ M1 എന്ന് പറയുന്ന ആം, അതായത് നമ്മുടെ അപ്പാരറ്റസിൻ്റെ ആം എന്ന് പറയുന്നത് ഓക്കെ റൈറ്റിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ it will be along the direction of the motion of earth, and PM2 comes perpendicular to the motion of earth. ഇപ്പോൾ PM2 എന്ന് പറയുന്ന ആം എർത്തിൻ്റെ ഡയറക്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ദെൻ ദ പാത്ത് ഡിഫറൻസ് ചേഞ്ചസ് ടു, അപ്പോൾ എന്ത് വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് -L v²/c² എന്ന് വരും. അതായത് ഇപ്പോൾ M1 എന്ന് പറയുന്ന മിറർ M2ൻ്റെ പൊസിഷനിലാണ് എത്തുന്നത്. അപ്പോൾ നേരത്തെ M2ന് എന്താണോ സംഭവിച്ചത് അതാണ് ഇപ്പോൾ M1ന് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ത് വരും, നേരത്തെ T2 - T1 ഓർ x2 - x1 എന്ന് എടുത്തത് ഒരു മൈനസ് സൈനും കൂടി വരും അല്ലേ. ആ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്തൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് -L v²/c² എന്ന് വരും. അപ്പോൾ ഓൾറെഡി ആ ടെലസ്കോപ്പിലെത്തുന്ന 2 വേവ്സും തമ്മിൽ ഉള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് L v²/c² ആയിരുന്നു. ഇപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന പാത്ത് ഡിഫറൻസ് ആണ് -L v²/c² എന്ന് വരുന്നത്. ഹെൻസ് ദ ഷിഫ്റ്റ് ഓഫ് ദി ഫ്രിഞ്ചസ് ഡ്യൂ ടു an effective path difference should be produced. അപ്പോൾ ഈ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തത് കൊണ്ട് നമ്മുടെ ടെലസ്കോപ്പിലെത്തുന്ന റേസ് തമ്മിലൊരു ഒരു പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ആ പാത്ത് ഡിഫറൻസ് ആണ് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന 2 വേവ്സ് തമ്മിലുള്ള
പാത്ത് ഡിഫറൻസ് മൈനസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാത്ത് ഡിഫറൻസ്. അതാണ് എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ഓഫ് എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ നിന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഓൾറെഡി അതിന് എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പാത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പാത്ത് ഡിഫറൻസ് ഉള്ള രണ്ട് വേവ്സ് ഉള്ള ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തത്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന പാത്ത് ഡിഫറൻസ് ആണ് മൈനസ് എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതേ സെയിം പ്രൊസീജിയറിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെറ്റപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് വരുന്നത് മൈനസ് എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അപ്പോൾ ദെർഫോർ ദ ടോട്ടൽ പാത്ത് ഡിഫറൻസ് വിൽ ബി എന്തുവരും, ഇത് തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2L ബൈ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ മൈക്കിൾസൺ ആൻഡ് മോർലി എക്സ്പെരിമെൻറ്റിൽ എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 11 മീറ്റേഴ്സ് ആയിട്ടായിരുന്നു അവരെടുത്തിരുന്നത്. ആൻഡ് ദ വെലോസിറ്റി ഓഫ് എർത്ത് ത്രൂ ഈഥർ വാസ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദി എർത്ത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്താണ് നമ്മൾ വി ആയിട്ട് കൺസിഡർ ചെയ്തത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 3 × 10⁴ മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് നമുക്ക് ദ ഫ്രിഞ്ച് വിത്ത് ഫോർ എ വിസിബിൾ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5500 ആംസ്ട്രോങ് വാസ് കാൽക്കുലേറ്റഡ്. ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് 5500 ആംസ്ട്രോങ് ഉള്ള വേവ് ലെങ്ത്തുള്ള ഗ്രീൻ ആ റേഞ്ചിലുള്ള ഒരു ലൈറ്റ് സോഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിഫ്റ്റ് കണ്ടുപിടിച്ചു. ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഷിഫ്റ്റ് കണ്ടുപിടിച്ചത്. ഇതാണ് പാത്ത് ഡിഫറൻസ്. ആൻഡ് വെൻ ദ പാത്ത് ഡിഫറൻസ് ഈക്വൽ എൻ ലാംഡ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വിൽ ഒക്കർ. ഒരു ഷിഫ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെൽറ്റയാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷനാണിത്. 2L വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ഡെൽറ്റ എൻ ലാംഡ. ഈ കണ്ടീഷൻ ഫോർ ഇൻ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. വെൻ ദ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു n lambda, which corresponds to the condition for constructive interference, and when the path difference is equal to 2n plus 1 lambda by 2, then it will corresponds to the destructive interference. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ട് വേവ്സും തമ്മിൽ ഫേസ് ഷിഫ്റ്റ്, പാത്ത് ഡിഫറൻസ്, അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ എല്ലിൻ്റെ വാല്യൂം, വിയുടെ വാല്യൂം, സി വാല്യൂം, ലാംഡ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അവർ ചെയ്തപ്പോൾ കിട്ടിയ ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0.404 ആണ് വന്നത്. ഇവിടെ n പറഞ്ഞത് 0, 1, 2, 3 ഇൻറ്റീജറാണ് വരുന്നത്. ഓരോ വാല്യൂസ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0.404 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടണം. ഈ ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഈ ഇൻ്റർഫെറോമീറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണതിൻ്റെ മുന്നേ ഉള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ഈ ഫ്രിഞ്ച് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിഞ്ച് എത്രമാത്രം ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർഫെറോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ദ ഷിഫ്റ്റ് ഓഫ് ദി ഫ്രിഞ്ചസ് കുഡ് ബി മെഷേർഡ് വെരി ആക്യുറേറ്റ്ലി യൂസിങ് ദി ഇൻ്റർഫെറോമീറ്റർ അപ്പാരറ്റസ്. ബട്ട് ആക്ച്വലി ദർ വാസ് നോ ഫ്രിഞ്ച് ഷിഫ്റ്റ് ഒബ്സർവ്ഡ്. അപ്പോൾ നമ്മൾ ഈ അപ്പാരറ്റസ് വെച്ച് നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ അപ്പാരറ്റസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഫേസ് ഷിഫ്റ്റ് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഈ എക്സ്പെരിമെൻ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കി, വർഷങ്ങളെടുത്തിട്ട് പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു, പല സ്ഥലത്ത് വെച്ച് റിപ്പീറ്റ് ചെയ്തു, പല സമയങ്ങളിൽ വെച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കി. എന്ത് ചെയ്തിട്ടും എന്തില്ല, ദ ഷിഫ്റ്റ് വാസ് നെവർ ഒബ്സർവ്ഡ് എന്നാണ് പറയുന്നത്. ഷിഫ്റ്റ് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? അപ്പോൾ അങ്ങനൊരു ഈഥർ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനൊരു ഷിഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനൊരു ഈഥർ മീഡിയം എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനൊരു ഷിഫ്റ്റ് വരാത്തത് എന്നാണ് ഇതിൻ്റെ കൺക്ലൂഷനിൽ അവരെത്തിയത്. ദസ് ദ റിസൾട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് വാസ് നെഗറ്റീവ്. അവർ എന്ത് ഇൻറ്റൻഷനിലാണോ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ആ ഒരു കൺക്ലൂഷനിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, നെഗറ്റീവ് റിസൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ഈ പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ നെഗറ്റീവ് റിസൾട്ട്. ദ നെഗറ്റീവ് റിസൾട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് സജസ്റ്റഡ് ദാറ്റ് ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ദ ഈഥർ are undetectable and the relative velocity between the ether and earth is 0. അതായത്
എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈഥർ എന്ന് പറഞ്ഞൊരു മീഡിയം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മീഡിയമാണ്. അങ്ങനെ ഒരു ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട്. ആൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ഈഥർ ആൻഡ് എർത്ത്, ഈഥറിൻ്റെ വെലോസിറ്റി, അതായത് എർത്തിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഈഥർ എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഈഥർ ആൻഡ് എർത്ത് ഈസ് 0. ആൻഡ് സെക്കൻഡ് significance is that the velocity of the light is a constant in all direction and does not depend upon the motion of the source, observer or the medium. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഏത് ഡയറക്ഷനിലും ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലും എല്ലാം സെയിം ആണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മോഷൻ ഓഫ് ദ സോഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ നേരത്തെ റൊട്ടേറ്റ് ചെയ്തു അതിനനുസരിച്ചൊന്നും അതുപോലെ ഒബ്സർവറിനനുസരിച്ച് അത് നമ്മുടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് മാറുന്നില്ല, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യത്തിൽ നിന്നാണ് 1905 ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് 1905. അപ്പോൾ അതിൻ്റെ പോസ്റ്റുലേറ്റാണ് ഇനി പറയുന്നത്. ഒന്ന് റിലേറ്റിവിറ്റി പോസ്റ്റുലേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് പോസ്റ്റുലേറ്റ്. The laws of physics are the same in every inertial frame of reference. അപ്പോൾ ഫിസിക്സിലുള്ള എല്ലാ ലോസും എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ റെഫറൻസ് ഫ്രെയിമിനനുസരിച്ച് ഫിസിക്സിൻ്റെ ലോസ് ഒന്നും ചേഞ്ച് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റാണ് സ്പീഡ് ഓഫ് ലൈറ്റ് പോസ്റ്റുലേറ്റ്. ലൈറ്റിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം മെഷേർഡ് ഇൻ എനി ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആൾവേസ് ഹാസ് ദ സെയിം വാല്യൂ ഓഫ് c no matter how fast the source of light and observer are moving relative to each other. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുലേറ്റാണ് അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏത് ഫ്രെയിമിലും ഏത് ഒബ്സർവറിനും. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറയുന്നത്, വാക്വത്തിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ പോസ്റ്റുലേറ്റ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് സെഷൻ.